ഇന്ന് രാവിലെ തന്നെ കുളിയൊക്കെ കഴിഞ്ഞ് ഒരു ചെറിയൊരു യാത്രയാണ് കേട്ടോ. യാത്ര എന്ന് വെച്ചാൽ എവിടേക്കുമല്ല, നമ്മൾ അമ്പലത്തിലേക്ക് കുറേ ആയി പോകണം എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് ഞങ്ങൾ രണ്ടാളും പോവുകയാണ് കേട്ടോ. 2 മക്കൾ സ്കൂളിൽ പോയി. അപ്പോൾ ഞങ്ങളിങ്ങനെ പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ തേങ്ങയൊക്കെ വാങ്ങിച്ച് അമ്പലത്തിലെത്തി കേട്ടോ. അമ്പലത്തിലാണുള്ളത്. അങ്ങനെ പ്രസാദമൊക്കെ വാങ്ങിച്ചു, ചരടൊക്കെ പൊളിച്ച് വാങ്ങിച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി കേട്ടോ. അങ്ങനെ പിന്നെയും യാത്ര തുടരുകയാണ്. അങ്ങനെ എങ്ങോട്ടാണെന്ന് വെച്ചാൽ പിന്നെയും നമ്മളൊരു മുരിങ്ങത്തൈ വാങ്ങാനായിട്ട് ഒരു നേഴ്സറിയിൽ പോയതാണ്. അപ്പം അങ്ങനെ അവിടെ പോയപ്പോൾ ഉള്ള കണ്ട ചെടികളൊക്കെയാണ് കേട്ടോ. കുറേ അധികം ചെടികളുണ്ട്. അപ്പോൾ ഞാൻ കണ്ടോ കാണുന്നത് പെട്ടെന്ന് ഞാൻ ഒരു വീഡിയോ ആക്കിയെടുത്തു, കാരണം സമയം കുറവായിരുന്നു. അപ്പോൾ ഏതാണ്ടോ നാരങ്ങ, പേരയ്ക്ക അങ്ങനെ തുടങ്ങിയ കുറേ ചെടികളും ഉണ്ട്. നമ്മളിപ്പോൾ മുരിങ്ങ മാത്രമാണ് എടുത്തത്. രണ്ട് ചോട് മുരിങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവനാണ് കേട്ടോ, ഇവൻ അഗസ്ത്യച്ചീരിയാണ്. അപ്പോൾ അത് ഞങ്ങൾ ചോദിച്ചപ്പം ഭയങ്കര റേറ്റായിരുന്നു, ഞങ്ങളത് എടുത്തില്ല. ഇതാണ്ടോ 2 മുരിങ്ങത്തൈ വാങ്ങിച്ചു എടാ. അപ്പോൾ നമ്മൾ തോട്ടത്തിൽ ഇറങ്ങിയിട്ടുണ്ട് നമ്മൾ തൈ നടാനായിട്ട്. അപ്പോൾ നോക്കുമ്പോൾ നമ്മളൊരു വാഴ കുലയ്ക്കാനായി റെഡിയായി നിൽക്കുവാണ് കേട്ടോ. അപ്പോൾ ഒരു കായ് വെട്ടാനൊക്കെ ആയിട്ടിട്ട് മൂത്ത് വരുന്നുണ്ട്. അപ്പോൾ ഒരാഴ്ച കൂടി കഴിഞ്ഞാൽ അത് നല്ല മൂപ്പ് വരും കേട്ടോ. അതിനിടയ്ക്ക് നമ്മൾ ഒരു ആര്യവേപ്പ് പൂവിട്ടത് നിങ്ങൾ കണ്ടില്ലേ, അങ്ങനെ നമ്മുടെ മുരിങ്ങത്തൈ നടുവാണ്. ചാണകക്കർ ചേർത്ത് സെറ്റപ്പാക്കി നടുവാണ്. അതിനിടയ്ക്ക് നമ്മളത് നട്ട വഴുതനങ്ങയാണ് ഇതൊക്കെ. പിന്നെ നമ്മൾ കുറച്ച് ചപ്പൊക്കെ ഇട്ട് അതിന് പൊതയിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ നല്ല വെയിലാണല്ലോ, അപ്പോൾ പെട്ടെന്ന് അത് വെയിൽ തട്ടുണ്ടാന്ന് വിചാരിച്ച് അങ്ങനെ ഞങ്ങൾ പൊതയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ടാറ്റാ.